ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള വ്ളോഗാണ് കേട്ടോ. അതേപോലെ തന്നെ നാളത്തെ ഇന്നിപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നാളത്തേക്ക് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അത്രയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് വെളിച്ചെണ്ണേൻ്റെ കുപ്പിയിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് ബോട്ടിൽ അങ്ങോട്ട് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വലിയൊരു മത്തനുണ്ടായിരുന്നേ, കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ മത്തന് കട്ട് ചെയ്തു, അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ. നല്ല എന്താ പറയുക, കാണാൻ നല്ല മൊഞ്ചിയുള്ള മത്തൻ തന്നെയാണ്. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നീളങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കേക്ക് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുള്ള ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേഗം വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മത്തന് കട്ട് ചെയ്തത്. ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ കേക്ക് എടുത്തു കേട്ടോ. കേക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറിന് വേണ്ടിയിട്ട്. അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ. നല്ലപോലെ ഒരു പ്രാവശ്യം വെട്ടി തിളച്ചാൽ പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ അവിടുന്ന് അത് കുക്കായിക്കോളൂ കേട്ടോ. അങ്ങനെ റൈസ് കുക്കറിലേക്ക് വെച്ചതിന് ശേഷം ഇതാ നേരെ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. മത്തനാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ. അങ്ങനെ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചെറിയൊരു കണ്ടെയ്നറിൽ ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തെ കറിക്കുള്ള ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക തോനുണ്ടായിരുന്നേ. അപ്പോൾ ചെറിയ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്ന രീതിയിൽ ഉള്ള വെണ്ടയ്ക്ക മാത്രം എടുത്തിട്ട് ഇതിലൊന്ന് സ്റ്റോർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടിഷ്യൂ ഒക്കെ ഒന്ന് വെച്ചിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കേട് വരുന്ന ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. ഒരു വെള്ളമൊക്കെ ഒന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റിയിട്ട് ടിഷ്യൂ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ പാത്രത്തിൽ ടിഷ്യൂവിൻ്റെ മുകളിലായിട്ട് ഇതാ വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് നീളങ്ങനെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളത് കേട്ടോ. ഇപ്പം ബാങ്ക് കൊടുക്കാനാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലേ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുള്ളൂ. പിന്നെ മദ്രസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇതേപോലെ കേക്ക് വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തു. പിന്നെ ഇതേപോലെ ചെറുതായിട്ട് ഉപ്പേരിക്ക് പാകത്തിനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു അടിഭാഗവും അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മളെടുക്കും. എന്നിട്ട് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഞാനിത് ഈ ഒരു വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചതാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുകയും ചെയ്യുക. പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരും ചെയ്യും കേട്ടോ. നമ്മളിത് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപ്പേരിക്കും കറിക്കുള്ളതൊക്കെ റെഡിയാവും കേട്ടോ. പിന്നെ അത് കുക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈമേ നമുക്ക് എടുക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചെറിയുള്ളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ലപോലെ കേക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെന്തണോ അല്ലേന്നൊക്കെ നോക്കുകയാണ്. അത് വറവിടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് നല്ലപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മൾ പിന്നെ വരട്ടിയെടുക്കുകയാണ് കേട്ടോ ബീഫ്. പിന്നെ ഇതാ ചോറ് ഞാൻ ഒന്ന് വാർത്തുത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ അധികം ചെയ്യാറുള്ളത് ആവശ്യത്തിനുള്ള തേങ്ങ പെട്ടെന്ന് ചെറുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് തേങ്ങ നന്നായിട്ട് ഒന്ന് പൊളിച്ചെടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലെ കാമ്പുണ്ടല്ലോ അത് ഞാൻ പിന്നെ ഇതേപോലെ ഒന്ന് പൂണ്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈക്കൊന്ന് പറ്റി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ കത്തി വെച്ചിട്ടാണ് പൂണ്ടെടുക്കുക. അല്ലാതെ ഞാൻ തേങ്ങ ചെറുകിയെടുക്കുന്ന സംഭവം എൻ്റെ കയ്യിലില്ല. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ തേങ്ങയൊക്കെ കുറച്ച് തോനെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ടിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം തേങ്ങ ഞാൻ പൂണ്ടെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ നമ്മൾ തേങ്ങ ചിരകി വെക്കുന്നുണ്ടല്ലോ അതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് അത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക. ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. തോനുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബീഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുരുമുളകിന് നല്ല ചിലവായിരിക്കും കേട്ടോ.
അതുകൊണ്ട് തന്നെ കുരുമുളകൊക്കെ ഒന്ന് നല്ലപോലെ നമ്മളിത് വെയിലത്തിട്ടിട്ട് നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വെയിലത്തിട്ട് ഉണക്കി എടുത്ത കുരുമുളകാണ്. അത് നേരെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഇതാ ചെറിയുള്ളി, കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ്. അങ്ങനെ ബീഫൊക്കെ ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് കുക്കാവണം കേട്ടോ. അപ്പോഴാണ് ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ അതവിടുന്ന് കുക്കാവുന്നത്. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ തലേന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു ടൈമിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കുമ്പം കുറച്ചൊന്ന് ഫ്രീ ആവുമല്ലോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. കുറച്ച് മുന്നൊരുക്കങ്ങൾ ചെയ്ത് വെച്ചാൽ തന്നെ പിറ്റേന്നേക്ക് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ എന്താ പറയുക, കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങനത്തെ കട്ടിങ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിറ്റേന്നേക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പിറ്റേന്ന് എണീക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കേണ്ടി. പിന്നെ എന്താ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോഴേക്കും എൻ്റെ പണിയൊക്കെ തീർന്ന് പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കട്ടോ. അപ്പോൾ ഞാൻ കുരുമുളകിൻ്റെ കുപ്പി അതുപോലെ തേങ്ങയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് എന്താ പറയുക തുടക്കാനും അങ്ങനെ ഒന്ന് അല്ലറ ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ ഇതാ സിങ്കിൽ നല്ലപോലെ കുന്നു കൂടിയിട്ടുണ്ട് പാത്രങ്ങൾ കേട്ടോ. അവളിപ്പോൾ കുക്ക് ചെയ്ത പാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചു. തലേന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ സിങ്ക്, കൗണ്ടർ ടോപ്പ് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പാത്രങ്ങൾ വലിച്ചിടുന്നതും അതേപോലെ സിങ്കിൽ പാത്രങ്ങൾ കുന്നു കൂട്ടിയിടുന്നതും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നല്ല രീതിയിൽ നീറ്റാക്കിയിട്ട് നമ്മൾ പോയിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് വരുമ്പോൾ നമുക്ക് നല്ല സമാധാനമായിരിക്കും. കുക്കിംഗ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ചെയ്യാത്തവരുണ്ടാവും, മടിയുണ്ടാവും, പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അങ്ങനെ ഇതാ ഞാൻ പാത്രങ്ങൾ മുഴുവനായിട്ട് കേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് സമയം പിടിച്ചിട്ട് ഉള്ള കേക്ക് എടുക്കലാണ്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ ഞാൻ അടുപ്പിൻ്റെ ആ ഒരു മീതനേൻ്റെ ഒരു സൈഡ് ഭാഗത്ത് വെക്കും കേട്ടോ. പിറ്റേന്ന് നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ അതാത് സ്ഥലത്ത് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും എല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. കാരണം ഈ ഒരു നീറ്റ്നെസ്സിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ മക്കൾക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുത്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ പിന്നെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വായിക്കാനൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഫുഡ് എന്ന് പറഞ്ഞ് നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ അവരെ രണ്ടാളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. മദ്രസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ മോനെ മദ്രസത്തെ വായിപ്പിക്കാനുണ്ട്. അതുപോലെ സ്കൂൾ തുറന്നുകൊണ്ട് സ്കൂളിൽ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ രാത്രിയത്തെ ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ ഫോർ വാച്ചിങ്.